ഇനി ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞു എന്ന് അറിഞ്ഞാൽ മതി. അവള് വന്ന് വായി തോന്നിയതൊക്കെ എന്നെ വിളിച്ചു പറയാൻ. അയ്യോ, ഇനി ഞാനായിട്ടൊന്നും പറയുന്നില്ലേ. ചുറ്റുപാടുള്ളവരോടൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് മതിയായിരുന്നു ഈ കല്യാണം. ഈശ്വര, എന്തൊക്കെയാ ഞാനീ കേൾക്കുന്നേ. മറ്റുള്ളവർ നന്നാകുന്ന കണ്ട സഹിക്കാൻ പാടില്ലാത്ത കുറെ എണ്ണ ഇപ്പോഴും ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കണ്ട. വന്ന് കേറ്. അവള് വിടി യാമിനി. പിടിക്കൂടെ? എന്താ ഇത് യാമിനി? നിന്നോട് വരാനാ പറഞ്ഞത്, വണ്ടി കയറാൻ. പ്ലീസ് മമ്മി, ഇതെന്താ കാണിക്കുന്നേ? മാമേ കേറ്. എടാ പോവാം. മോളെ, മോള് വിഷമിക്കണ്ട. അമ്മ എന്തിനാ വിഷമിക്കുന്നേ? അമ്മയുടെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ലല്ലോ. അവർക്ക് പെട്ടെന്നെന്തോ അത്യാവശ്യം വന്നു, അതാ തിരക്കിട്ട് പോയത്. അടുത്തൊരു ദിവസം സ്വസ്ഥമായിട്ട് വരാന്ന് പറഞ്ഞു, ഉച്ചയൂണൊക്കെ കഴിക്കാൻ പാകത്തിന്. മോളെ, അമ്മ പറഞ്ഞല്ലേ ഞാൻ ചെന്ന് വെള്ളം എടുക്കാന്ന്. മോളെ ഈ ഒരു അവസ്ഥയിൽ കണ്ടപ്പോ മോളെ അച്ഛനും അമ്മക്കെല്ലാം വിഷമം തോന്നൂലേ? അവരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റൂല. അവരുടെ സ്ഥാനത്ത് ഞാനായാലും വിഷമം തോന്നും. അയ്യേ മോളെ, അയ്യേ കരയാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ? സോറി അമ്മ, നിങ്ങൾക്കെല്ലാം വല്ലാതെ വിഷമായിന്നറിയാം. സോറി. എന്ത് വിഷമം? ഞാൻ കരുതിയത് അവർണേച്ചി വലിയ ധൈര്യശാലിയാണെന്നാ. ഇത്രേ ഉള്ളൂ ധൈര്യം? ചേച്ചി, ഞങ്ങൾക്ക് പ്രധാനം ചേച്ചിയുടെ സന്തോഷം. ഏട്ടനോ അമ്മയോ കരഞ്ഞാലും ഞങ്ങൾ സഹിക്കും. പക്ഷേ ചേച്ചി കരഞ്ഞാൽ ഞങ്ങൾ സഹിക്കില്ല. അല്ലേ മീനാക്ഷി? അപർണ, അമ്മയും സാഗറും മീനാക്ഷിയും ഒക്കെ പറഞ്ഞത് താൻ കേട്ടില്ലേ? ഞങ്ങൾക്ക് തന്റെ സന്തോഷമാ വലുത്. കണ്ണുടച്ചേ, ഒന്ന് ചിരിച്ചേ. ആന്റി അച്ഛമ്മയൊന്നും ഇത്രയും ദേഷ്യം കാണിക്കാൻ മാത്രം ഉള്ളതൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. വീട് കാണാനായിട്ട് ഒട്ടും സന്തോഷമില്ലാതെയാ അവര് വന്നത്. ഒരു ചടങ്ങ് നടത്താൻ വന്നതുപോലെയാ എനിക്ക് തോന്നിയത്. ഞാൻ തന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. താനും ഇനി ഒക്കെ അറിഞ്ഞിരിക്കണമല്ലോ. മോളെ അച്ഛനും അമ്മയും ഒരിക്കലും കുറ്റം പറയാൻ പറ്റൂല. മോള് വളർന്ന സാഹചര്യം അങ്ങനെയാ. എല്ലാറ്റിനും ഒരുപാട് ജോലിക്കാരൊക്കെ ഉള്ള വീടായത്. അതിങ്ങനെ പെട്ടെന്നിങ്ങനെ മോളെ കണ്ടപ്പോ. പെട്ടെന്ന് എങ്ങനെയെന്ന് അമ്മ വെറുതെ സോറി ഒന്നും പറയാൻ പോണ്ടായിരുന്നു. ബാലു, നമുക്ക് ആ വിഷയം സംസാരിക്കണ്ട പ്ലീസ്. അതാ അതിന്റെ ശരി. എന്റെ പ്രയാസം അതല്ല. എന്താ അമ്മേ? ഉണ്ടാക്കി വെച്ച ആഹാരം എന്നാ ചെയ്യാ? അതാണോ പ്രയാസം? ഞാനൊന്ന് പല്ല് തേച്ച് റെഡി ആയിക്കോട്ടെ. 5 മിനിറ്റ് മൊത്തം തീർത്തു തരാം. അങ്ങനെ നീ മാത്രമായിട്ട് തീർക്കണ്ട, നമുക്കെല്ലാം കൂടി ഒരുമിച്ചിരിക്കാം. അല്ല മോളെ? തൃപ്തിയായി മക്കളെ, തൃപ്തിയായി. ഈ കാഴ്ച കാണാൻ വേണ്ടിയാണോ നീ എന്നെ ആയുസ്സും തന്നിട്ടിരുന്നത്?
തലയിലും തറയിലും വെക്കാതെ വളർത്തിയ നമ്മുടെ രാജകുമാരി കൊടവും പിടിച്ച് നനഞ്ഞൊലിച്ച് നിൽക്കുന്നത് കണ്ടപ്പോ എന്റെ നെഞ്ചു പൊടിഞ്ഞു പോയി. ആ വീട്ടില് നമ്മുടെ മോളുടെ ജീവിതം നരകമായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞപ്പോ ഒരുപാട് ന്യായങ്ങൾ പറഞ്ഞ ആളല്ലേ നിങ്ങള്? കാര്യങ്ങൾ കൺമുമ്പിൽ കണ്ടല്ലോ, ഇപ്പൊ എന്ത് പറയുന്നു? അന്ന് പറഞ്ഞു തന്നെ ഇപ്പോഴും പറയുന്നു. അവരുടെ ജീവിതം അവരാണ് ജീവിക്കേണ്ടത്. കുടത്തിൽ വെള്ളം ചുമക്കുന്നത് സന്തോഷമാണോ സങ്കടമാണോ എന്ന് അപ്പു തീരുമാനിക്കട്ടെ. സന്തോഷമാണെങ്കിൽ അവിടെ വെള്ളം കോരട്ടെ. യാമിനി, ഈ ന്യായീകരണം കേട്ട് കേട്ട് മടുത്തു. കഴിഞ്ഞ ജന്മത്തിൽ നീ വല്ല സന്യാസിയായിരുന്നോടാ? യാമിനി ഇപ്പൊ വലിച്ചെറിഞ്ഞില്ലേ? അതുപോലെ അവിടെ കുറെ സാധനങ്ങള് നീ വലിച്ചെറിയണമായിരുന്നു. എന്നാലേ അവരൊന്ന് പേടിക്കുമായിരുന്നു. നീ എഴുതി വെച്ചോ, 1 മാസം, ഒരൊറ്റ മാസം. അതിനിടയിൽ നമ്മുടെ മോള് കണ്ണും കുഴിഞ്ഞ് കവിളും ഒട്ടി ഒരു പേക്കോലും ആവും. സുധാമണി ഓരോ മായകളൊക്കെ കാണിച്ച് അവളെ അടുപ്പിന്റെ മൂട്ടിലാക്കും. പിന്നെ നിന്റെ മോളെ ഒരു പാചകക്കാരിയായി മാറും. അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നു. അമ്മ എന്തിനു മിണ്ടാതിരിക്കണം? അമ്മ പറഞ്ഞത് സത്യം തന്നെയാ. സുധാമണി നമ്മുടെ മോളെ കൊണ്ട് ജോലി രാജിവെപ്പിക്കും. പിന്നെ കാണാം. മുമ്പ് നമ്മുടെ വീട്ടില് സുധാമണി ആഹാരം ഉണ്ടാക്കാൻ വന്നില്ലേ? അതുപോലെ നിങ്ങളുടെ മോളും ഓരോ വീട്ടിൽ കയറി ഇറങ്ങി പാചകം ചെയ്യുന്നത്. അതൊന്നും വേണ്ട. ആ പിള്ള പറഞ്ഞത് കേട്ടില്ലേ? ആ കുടുംബത്തിന്റെ മാഹാത്മ്യം. അയാൾ ഒരു നല്ലയാളാ. വർത്തമാനം കേട്ടാ അറിയാം. അതുവല്ലോ എവന്റെ തലേ കേറുവോ? ഞാനൊന്നും പറയുന്നില്ല. ഉത്തരം മുട്ടുമ്പോ ചാടി കുതിച്ചങ്ങ് പോയാ മതി. എന്റെ മോനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? തിരിച്ചറിവ് വേണ്ടേ? ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അളിയനെ പിടിക്കില്ല. അതാ മിണ്ടാകുന്നത്. അവള് കുടവും പിടിച്ചു നിൽക്കുന്ന കാഴ്ച എന്റെ കണ്ണീന്ന് പോകുന്നില്ല. യാമിനി, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കണം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒന്നുകിൽ അവരെ 2 പേരെയും ഇങ്ങോട്ട് കൊണ്ടുവരണം, അല്ലെങ്കിൽ നമ്മളിൽ ഒരാൾ അവിടെ വേണം. എന്താ പറഞ്ഞേ? ഒന്നുകിൽ അപർണയെയും ബാലുവിനെയും ഇങ്ങോട്ട് കൊണ്ടുവരണം, അല്ലെങ്കിൽ നമ്മളിൽ ഒരാൾ ആ വീട്ടിലുണ്ടാവണം. എന്നിട്ട് ചില കാര്യങ്ങൾ നടപ്പാക്കണം. ബാലുവിന്റെയും അപർണയുടെയും വിവാഹ ജീവിതത്തിന് നമ്മുടെ കമ്പനിയുടെ വക എല്ലാ നന്മയും ആശംസിക്കുകയാണ്. നമുക്കെല്ലാം അറിയാമായിരുന്നു ഇവരുടെ പ്രണയം 100% ആത്മാർത്ഥമായിരുന്നുവെന്ന്. ഈ പ്രണയം വിവാഹത്തിലെ അവസാനിക്കുമെന്നും നമുക്കറിയാമായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ബാലു, അപർണ, നിങ്ങൾക്ക് 2 ആൾക്കും കമ്പനിയുടെ വക പ്രത്യേക സമ്മാനം. സർപ്രൈസ് ആണല്ലോ. ഇതാ. താങ്ക് യു സർ. അപ്പോ ഇനി കേക്ക് കട്ടിങ്. സർ, ഇവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോന്ന് അറിയണ്ടേ? ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാ. പ്രിയപ്പെട്ടവരെ, പ്രണയം ജീവിതത്തിലേക്ക് എത്തിക്കുക. എന്നുവെച്ചാ പ്രണയം പകുതിയിൽ അവസാനിപ്പിച്ച് പോകരുത്. കല്യാണത്തിൽ വേണം അവസാനിപ്പിക്കാൻ. ഏയ്, കല്യാണത്തിന് അവസാനിക്കുകയല്ല, കല്യാണത്തിലൂടെ തുടരണം. അത് അടിപൊളി. അപ്പോ കേക്ക് കട്ട് ചെയ്തിട്ട് ജോലി തുടങ്ങാം. ഈ മന്തിൽ 1 ടാർഗറ്റാ, അറിയാമല്ലോ. ബാലു, അപർണ, കട്ട് ചെയ്തു. കൺഗ്രാറ്റ്സ്.
ഹായ് കിരൺ, ഗ്ലാഡ് ടു മീറ്റ് യു. ബാലഗോപാൽ, ഇതെന്റെ ഫ്രണ്ട് കിരൺ. ബാലുവിനെ അപർണയെ എനിക്കറിയാം. അയ്യോ, ബാലുവിന്റെ കയ്യിൽ നിന്ന് കേക്ക് അങ്ങ് താഴെ പോയല്ലോ. വിലപ്പെട്ടതൊന്നും കൈവിട്ടു പോവാതെ സൂക്ഷിക്കാൻ ബാലുവിന് അറിയാം. ആ, ബാലു. സാർ, കേക്ക് എടുത്തോളൂ. കിരൺ, വാ, നമുക്ക് ക്യാബിലിരിക്കാം. സന്തോഷം മുഴുവൻ അവൻ നശിപ്പിച്ചു. എന്താടോ പെട്ടെന്ന് ഇങ്ങോട്ടൊരു വരവ്? മുന്നറിയിപ്പൊന്നുമില്ലാതെ? ഏയ്, വെറുതെ. താനങ്ങനെ വെറുതെ ഒന്നും വരുന്ന പാർട്ടി അല്ലല്ലോ. എന്താ കാര്യം? താനിവിടെ CEO ആയി ചാർജ് എടുത്തപ്പോ തന്നെ ഒന്ന് കാണാന്ന് വിചാരിച്ചു. ദാറ്റ്സ് ഓൾ. എന്നെ കാണാനോ? നീയോ? അങ്ങനെയാണെങ്കിൽ നീ എന്റെ വീട്ടിലേക്കാണല്ലോ വരേണ്ടത്. എന്നാ ഞാൻ സത്യം പറയട്ടെ. പറഞ്ഞു. അപർണയെ കാണാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അപർണയെ കാണാനോ? എന്താടോ? ഞാൻ മോഹിച്ച പെണ്ണാ അവള്. ഞാൻ അവളെ നേടും. അതിനുള്ള തുടക്കവാ ഇവിടേക്കുള്ള എന്റെ ഈ വരവ്. എന്തൊക്കെയാടോ താനീ പറയുന്നേ? അവർ രണ്ടുപേരും നല്ല ഹാപ്പിയാ. പക്ഷേ ഞാൻ ഹാപ്പി അല്ല. എനിക്ക് ഹാപ്പി ആവണം. നീ കാര്യം തെളിച്ചു പറയണ്ട കിരണേ. പറയാം. അപ്പോ ഇതുപോലെ കൺസ്ട്രക്ഷൻ പ്ലാൻ ചെയ്യണം. ഓക്കെ? ഓക്കെ സാർ. ബാലു, MGMന്റെ സ്റ്റേറ്റ്മെന്റുമായിട്ട് ചെല്ലാൻ പറഞ്ഞു CEO. അത് ഇന്നലെ കണ്ട് ഓക്കെ അടിച്ചതല്ലേ? എന്തെങ്കിലും ഡൗട്ട് കാണും. ബാലു ചെല്ല. ആ ഇഡിയറ്റ് സിഇഒയുടെ മുറിയിലുണ്ട് കിരൺ. അതിന് നമുക്കെന്താ? നമ്മുടെ ജോലിയല്ലേ ഇത്. ബാലു ചെല്ല. സർ, ഈ ഫയൽ നോക്കിയതായിരുന്നു. ചില ഡൗട്ട്സ്, അതൊന്നുകൂടി ക്ലിയർ ചെയ്യണം. ഓക്കെ സർ, ഫയൽ നോക്കി പറഞ്ഞാൽ മതി. യെസ്. ബാലു, ഇവിടെ അപർണ ബാലുവിന്റെ ബോസ് ആണല്ലേ? മനസ്സിലായില്ല. അപർണയല്ലേ ടീം ലീഡർ? അതിനെന്താ? ഏയ്, ഒന്നുമില്ല, ചുമ്മാ ചോദിച്ചതാ. വെറുതെ ഒരു രസത്തിന്. രസത്തിനോ? ബാലു, കിരൺ തമാശയ്ക്ക് പറഞ്ഞതാ. ബാലു ചെല്ലു. ഓക്കെ സർ. അവന് നിന്റെ ചോദ്യം തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അവനെ ഒന്ന് ചൊറിഞ്ഞു വിട്ടതാ. ഇനി അങ്ങോട്ട് എന്തൊക്കെയാ നടക്കാൻ പോകുന്നെന്ന് നീ കണ്ടോ മോനെ? ആ ബാലു, എന്താ ഒരു മൂഡ് ഔട്ട് പോലെ? അവൻ ആരാവൻ? അവന്റെ ഒരു ഷോ. ബാലു, എന്താ നടന്നേ? നമ്മളിൽ ആരാണ് ബോസ് എന്ന് അവന് ആ കിരണിനൊരു സംശയം. അവന്റെ സംശയം ഞാൻ തീർത്തു കൊടുക്കുന്നുണ്ട്. പോവാൻ പറ, ഒന്നും മൈൻഡ് ചെയ്യണ്ട. ഇനിയും ചൊറിയാൻ വന്നാലേ അവൻ വിവരം അറിയും. ഹാ കാള, ബാലു പ്ലീസ് ബി കൂൾ. ആ പിന്നെ അസൈൻമെന്റ് 3 മണിക്ക് തീരണം. ബോസിന്റെ ഓർഡർ ആണോ? ആ, അങ്ങനെ തന്നെ കണ്ടാ മതി.
ഹലോ യാമിനി, ഞാൻ ഐശ്വര്യാണ്. ഐശ്വര്യ, എന്താ പുതിയ നമ്പറാണോ? അതെ, പുതിയ നമ്പരാ. എന്താ ഐശ്വര്യ, പ്രതീക്ഷിക്കാത്ത ഒരു വിളി? അതെ, എനിക്ക് യാമിനിയുടെ ഒരു ഹെൽപ്പ് വേണം. എന്ത് ഹെൽപ്പ് ഐശ്വര്യ? പറഞ്ഞോ. മോളുടെ വിവാഹമൊക്കെ കഴിഞ്ഞല്ലേ? കഴിഞ്ഞു ഐശ്വര്യ. വേണ്ടപ്പെട്ടവരെ പലരെയും വിളിക്കാൻ പറ്റിയില്ല, ഓരോരോ തിരക്കുകളെ. ഐശ്വര്യം വിട്ടുപോയി, സോറി. അതൊന്നും സാരമില്ല. ഞാനിപ്പോ വിളിച്ചതേ, മോളെ വിവാഹം ചെയ്തിരിക്കുന്ന പയ്യന്റെ അമ്മയല്ലേ, ആ സുധാമണി, കാറ്ററിംഗ് ഒക്കെ ചെയ്യുന്ന. അതെ, എന്റെ ഒരു ഫ്രണ്ടിന്റെ മോന്റെ വിവാഹം വരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മാസം അവിടെ നിന്ന് കാപ്പിയും പലഹാരമൊക്കെ ഉണ്ടാക്കാനേ ഒരാള് വേണം. കാറ്ററിംഗ് അല്ലേ, വീട്ടിൽ വരുന്നവർക്ക് വേണ്ടിട്ടേ വീട്ടിൽ തന്നെ ആഹാരം ഉണ്ടാക്കാനാ. ആ സുധാമണി ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എന്റെ ഫ്രണ്ട് പറഞ്ഞു. അപ്പോഴോ ആരോ പറഞ്ഞത് യാമിനിയുടെ മകളുടെ മദർ ഇൻ ലോയാണ് സുധാമണി എന്ന്. അങ്ങനെയാ ഞാൻ യാമിനിയെ വിളിച്ചത്. ഒരു മാസത്തേക്ക് ആ സുധാമണി എന്ന് പറഞ്ഞേക്കാൻ പറ്റുമോ? തരക്കേടില്ലാത്ത ശമ്പളം കൊടുക്കാം. ഹലോ യാമിനി. ഞാൻ വിളിക്കാം. യാമിനി, എന്തു പറ്റി? ഇനി എന്താ പറ്റാനുള്ളത്? മിണ്ടരുത് എന്നോട്. എന്താ മോളെ, നീ എന്തിനാ ഈ ചായക്കപ്പ് എറിഞ്ഞു ഉടച്ചത്? ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലമ്മേ, ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവാ. നീ കാര്യം പറ യാമിനി. എന്റെ ഒരു കൂട്ടുകാരി ഐശ്വര്യ, അവളിപ്പൊ എന്നെ വിളിച്ചു. അവളുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ പാചകം ചെയ്തു കൊടുക്കാനേ അവർണയുടെ അമ്മായിയമ്മയെ കിട്ടുമെന്ന്. അയ്യേ, ഐശ്വര്യ മനഃപൂർവ്വം എന്നെ അവഹേളിക്കാൻ വിളിച്ചതാ. പണ്ടേ അവൾക്ക് എന്നോടൊരു വിരോധമുണ്ട്, അത് ഇതിൽ കൂടെ അങ്ങ് തീർത്തതാ. മോളാ ഫോണിഞ്ഞതാ. ഞാൻ ചോദിക്കാം അവളോട്. സുധാമണി വേണ്ട, ഞാൻ അങ്ങോട്ട് ചെല്ലാം. നാട്ടുകാരുടെ മെക്കിട്ട് കയറിയിട്ട് കാര്യമൊന്നും ഇല്ലമ്മേ, ഒക്കെ നമ്മുടെ വിധിയാ. എന്ത് വിധിയെന്നാ? അപ്പുമോള് തന്നെയല്ലേ പറഞ്ഞത്, നാട്ടുകാരുടെ ജീവിതമല്ല അവരുടെ ജീവിതമാണ് ജീവിക്കുന്നതെന്ന്. ഓ, നിന്റെ സാരോപദേശം ഒന്ന് നിർത്തടാ. ശരി, ഞാനിനി ഒന്നും പറയുന്നില്ല. എന്ത് വേണം നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിച്ചാ മതി. അമ്മേ, സന്ദീപേട്ടനെ വിളിക്കണം. ചില കാര്യങ്ങൾ ഏട്ടൻ പറഞ്ഞിരുന്നു, അത് കാര്യമായിട്ടൊന്ന് ആലോചിക്കണം. അതെ, കാര്യങ്ങളൊക്കെ നമുക്ക് സന്ദീപിനെ ഏൽപ്പിക്കാം. അവൻ എല്ലാത്തിനും ഒരു പോംവഴി കണ്ടുപിടിക്കും. ഈശ്വര, ഒരു അരിവെപ്പുകാരിയാണല്ലോ എന്റെ മോക്ക് അമ്മായിയമ്മയായിട്ട് കിട്ടിയിരിക്കുന്നത്. പുറത്ത് എന്തൊരു വെയിലാണപ്പാ. ഇവരിത് എവിടെയാണോ എന്തോ. No excuse, Tara. The agreement should be completed by 4 o'clock. ഇതവന്റെ അമ്മയല്ലേ, സുധാമണി. ഈ തള്ളയ്ക്കും ഒരു പണി കൊടുക്കണമല്ലോ.